ഒരു രോഗിക്ക് എങ്ങനെ ആർത്രൈറ്റിസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും? ഒരു രോഗി സ്ഥിരമായിട്ട് കുറേ കാലങ്ങളായിട്ട് സന്ധികൾക്കുള്ള വേദനകളുണ്ട്, അല്ലെങ്കിൽ സന്ധികളിൽ നീര് വെക്കുക, രാവിലെ ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പേശികൾക്ക് അനക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വേദനകൾ, അല്ലെങ്കിൽ പേശികൾ നീര് വെക്കുക, ഒരു ദിവസം തുടക്കത്തിൽ തന്നെ വേദനകളുമായി തുടങ്ങുക. ചില ആളുകൾക്ക് നേരെ തിരിച്ചായിരിക്കും. അതായത് കുറച്ചധികം നേരം, ഒരു അരമണിക്കൂറിലധികമോ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റിലധികമോ ഒക്കെ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ പേശികളിൽ വേദന വെക്കുക, നീർക്കെട്ട് വരിക, ചുവന്ന് തടിച്ച് വരിക. പലതരം വാദങ്ങളുണ്ട്, ഓരോ വാദത്തിനും ഓരോ പോലെയാണ് കാണുക. പക്ഷേ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ് പേശികൾക്ക് വരുന്ന മാറ്റങ്ങൾ, ജോയിൻറ്റുകളിൽ വരുന്ന മാറ്റങ്ങൾ. ഞാൻ സ്ഥിരമായിട്ട് രോഗികളുടെ അടുത്ത് പറയുന്നൊരു സംഭവമാണ്, നിങ്ങൾക്കൊരു വാതരോഗമുണ്ട്, നിങ്ങൾ മരുന്നെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലൊരു ഒരു മരമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നൊരു ഫർണിച്ചർ ഉണ്ട്, അതിനൊരു ചെതലരിച്ചു അല്ലെങ്കിൽ അതിനൊരു കുത്തൻ വന്നു, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ കുറേ കാലം കാത്തു നിൽക്കും, അത് തന്നെ പോകുമെന്ന് വെച്ചാൽ ഇതേ അവസ്ഥ നമ്മുടെ പേശികൾക്കും നമ്മുടെ തരുണാസ്ഥികൾക്കും നമ്മുടെ ജോയിൻറ്റിനും വരുന്നതാണ് വാതരോഗം. വാതരോഗങ്ങൾ പലതരം ഉണ്ട്. നമ്മൾ പറയുന്നത് സന്ധിവാതം, ഏറ്റവും എളുപ്പത്തിൽ പറയുന്നത്, നമ്മൾ ഏറ്റവും സ്ഥിരമായിട്ട് കാണപ്പെടുന്നത് സന്ധിവാതമാണ്. അതായത് സന്ധിവാതം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റുകളുടെ തേയ്മാനം എന്നൊക്കെ നമ്മൾ പറയും. അതായത് പേശികളുടെ, അതായത് എല്ലിൻ്റെ മുകളിലുള്ള തരുണാസ്ഥി, ഇത് നമ്മൾ പറയുന്ന കാർട്ടിലേജിന് തേയ്മാനം വരിക, നശിച്ചു പോവുക. പ്രായം കൂടുമ്പോൾ എല്ലാ ആളുകൾക്കും, അതായത് നമ്മുടെ പേശികളുടെ ക്ഷമത കുറയുക, മസിലുകളുടെ ക്ഷമത കുറയുമ്പോൾ ജോയിൻറ്റുകൾ തമ്മിൽ അടുത്ത് വരികയും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് സന്ധിവാതം ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. പിന്നീട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നമ്മൾ ആമവാദം അല്ലെങ്കിൽ രക്തവാദം പോലുള്ള അസുഖങ്ങൾ. അത് എന്ന് പറഞ്ഞാൽ ഫെമിലിയലായിട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് നമ്മുടെ ജീവിതശൈലികൾ കൊണ്ടുവരുന്നതാവാം. പിന്നെ നമ്മൾ ഗൗട്ട് ആർത്രൈറ്റിസ് പോലെ, അതായത് ഭക്ഷണത്തിൽ നിന്ന് ഏറിയ പങ്കും നമ്മുടെ റെഡ് മീറ്റ് പോലെ അല്ലെങ്കിൽ എക്സസീവ് മിനറൽ കണ്ടൻറ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ വരുന്ന ഗൗട്ട് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്ക് വാതരോഗമുണ്ട്, വാതരോഗമുള്ള ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അതായത് വാദം പലതരമുണ്ട്, ഏത് വാദമാണെന്ന് നിങ്ങൾ ഇതിൻ്റെ ഒരു ഡോക്ടറെ കാണിച്ച്, ഇതിനെ വാദത്തിന് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണിച്ച് ഈ രോഗം എന്ത് തരം വാദമാണെന്ന് കണ്ടെത്തി ആ വാദത്തിനുള്ള വ്യക്തമായ ചികിത്സ എടുക്കുക. അതായത് അതിൽ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ എക്സ്റേകൾ എടുക്കേണ്ടി വരും. അതെടുത്ത് അസുഖത്തിന് ചികിത്സ എടുക്കാം. എത്രയും നേരത്തെ നിങ്ങൾ മരുന്ന് എടുത്ത് ഈ ചികിത്സാവസ്ഥയെ, ഈ രോഗാവസ്ഥയെ നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോയിൻറ്റുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. വാതരോഗമുള്ള ആളുകൾ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങൾ രോഗം കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ നിങ്ങൾ വ്യക്തമായിട്ട് കഴിക്കുക, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, അതായത് നമുക്ക് റെഡ് മീറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ അമിതമായ മിനറൽ കണ്ടൻറ്റ്, കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യങ്ങൾ, നിത്യദിന ജീവിതത്തിൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ കായികമായിട്ടുള്ള കുറച്ച് എക്സസൈസിന് വേണ്ടിയും സ്ട്രെച്ചിങ് എക്സസൈസിനും സ്ട്രെങ്തനിങ് എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം കാണും. പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആൾക്കാർ, അതായത് കുറച്ചൊക്കെ വെയിറ്റ് ട്രെയിനിങ് പോലെ അല്ലെങ്കിൽ പേശികൾക്ക് ആയാസം കിട്ടുന്ന സ്ട്രെച്ചിങ് എക്സസൈസ് പോലെ, അതായത് നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനൊരു നിങ്ങളുടെ ഒരു ചികിത്സകനെ കണ്ട്, അതായത് ഒരു ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ എക്സസൈസുകൾ ആവശ്യമുണ്ടോ ആ എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ മരുന്ന് കഴിച്ച് ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കാണാവുന്നതാണ്.